വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ എലഗൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്രേസ്ലെറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ടങ്കീസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ വളരെ തിന്നായിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരം നൈലോൺ ത്രെഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ജംപ് റിംഗ് അല്ലെങ്കിൽ ക്ലാസ്പ് ഹുക്കാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് സാധാരണ ഹുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മാലയുടെ ബാക്കിൽ വരുന്ന തിരിച്ച് ടൈറ്റ് ചെയ്യുന്ന പോലത്തെയുള്ള ലോക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ലോറിയൽസ് വേണം. ഇവിടെ ഞാൻ ഇതുപോലെ ഐവറി കളറിലുള്ള ലോറിയൽസ് ആണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഇതുപോലെ ചെറിയ ടൈപ്പ് പേൾ ബീഡ്സ് ആണ്. ഇവിടെ ഞാൻ സെയിം ഐവറി കളറിലുള്ളത് തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് വലിയ ടൈപ്പ് ബീഡ്സ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ബ്രേസ്ലെറ്റ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ത്രെഡിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ജംപ് റിംഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ത്രെഡിൻ്റെ എൻഡ് വീണ്ടും നമ്മൾ ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ജംപ് റിങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ഒരു ഫ്ലാറ്റ് പ്ലെയർ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കിത് ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആദ്യം തന്നെ ഒരു ചെറിയ പേൾ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ത്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ടങ്കീസോ അല്ലെങ്കിൽ ഗിയർ വെയറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഗിയർ ലോക്ക് യൂസ് ചെയ്താൽ മതി. അതല്ല സാധാരണ നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ജംപ് റിംഗ് ഇട്ടിട്ടൊന്ന് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ വലിയ ടൈപ്പ് ബീഡ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ 2 കളർ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചോയ്സാണ്. സിംഗിൾ കളറോ അല്ലെങ്കിൽ മൾട്ടി കളറോ ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബീഡ് ഞാനിപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ചെറിയ പേൾ ബീഡിൻ്റെ അടുത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു ചെറിയ പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ലോറിയൽസ് ആണ്. അപ്പോൾ ഇതുപോലെ ലോറിയൽസിൽ നിന്ന് ഞാനൊരു 20 ലോറിയൽസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ലോറിയൽസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ത്രെഡിലേക്ക് ആക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ലോറിയൽസ് ഇട്ടിരിക്കുന്ന കമ്പിയുടെ അടുത്തേക്കായിട്ട് നമ്മുടെ ത്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ ഫിംഗേഴ്സ് കൊണ്ട് നമുക്ക് പതുക്കെ ഇതുപോലെ പുഷ് ചെയ്ത് കൊടുത്താൽ ലോറിയൽസ് അതിലേക്ക് ആയിക്കോളും. അപ്പോൾ ഇതുപോലെ ഒരു 20 ലോറിയൽസ് ഞാനിതിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ലോറിയൽസ് ഇട്ടതിന് ശേഷം വീണ്ടും ഒരു ചെറിയ പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതിൽ നിന്ന് വലിയ ബീഡിൽ നിന്ന് ഒരു ലൈറ്റ് കളർ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു ചെറിയ പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 20 ലോറിയൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ചെറിയൊരു പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു ഡാർക്ക് കളർ വലിയ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ചെറിയ പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 20 ലോറിയൽസ്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ബ്രേസ്ലെറ്റ് ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കൈമൊന്ന് വെച്ച് നോക്കാം. നമുക്ക് എത്ര അളവ് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ബീഡ്സും കൂടെ ഇതിലേക്ക് കോർത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെറിയൊരു പേൾ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ലെങ്ത്ത് മതിയാവും. അപ്പോൾ നമുക്കിനി ഈ ബ്രേസ്ലെറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യണം. അതിനായിട്ട് ആദ്യം തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഹുക്കാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഒരു എൻഡിൽ നമ്മൾ ജംപ് റിംഗ് ആണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അടുത്ത എൻഡിൽ നമുക്ക് ഹുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ക്ലാസ്പ് ഹുക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഹുക്ക് ഉണ്ടെങ്കിലും അത് മതിയാവും. അപ്പോൾ ആദ്യം ത്രെഡിലേക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ക്ലാസ്പ് ഹുക്കിൻ്റെ താഴെ ചെറിയൊരു ഹോളുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഈ ത്രെഡ് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട ബീഡിൻ്റെ അടുത്തേക്കായിട്ട് ഈ ഹുക്ക് നമുക്ക് കൊണ്ടുവരണം. അതിനുശേഷം പ്ലയർ വെച്ചിട്ട് നമുക്ക് ഗിയർ ലോക്കിൻ്റെ മേലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഭംഗിയുള്ളൊരു ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബ്രേസ്ലെറ്റ് ആണ്.
നമ്മുടെ ഡ്രസ്സിനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനോ മാച്ച് ചെയ്യുന്ന കളറിലുള്ള ബീഡ്സും ലോറിയൽസും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോസും കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.